കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം. ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. പ്രതി തിരുവനന്തപുരം സ്വദേശി ആന്റണിയെ പോലീസ് പിടികൂടി. എവി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, എപ്പോഴാണ് ഈ അതിക്രമം ഉണ്ടായത്? പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് മുന്നോട്ടുള്ള പോക്ക്? മാധു, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് കൊല്ലം പോളയത്തോട് വെച്ച് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ വെച്ച് ആരോഗ്യ പ്രവർത്തക നേഴ്സായ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ പെൺകുട്ടി പ്രതികരിക്കുകയും ബസ്സിലുണ്ടായിരുന്ന ആളുകൾ ഈ ബസ് നേരെ സ്റ്റേഷനിലേക്ക് വിട്ട് ആളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി ആന്റണിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ നിലവിലായിട്ടുള്ളത്. ആന്റണിയുടെ അറസ്റ്റ് പോലീസ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓടുന്ന ബസ്സിൽ വെച്ച് ഇയാൾ പൊടുന്നനെ ഈ പെൺകുട്ടിയെ കയറി പിടിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഉടൻ തന്നെ ഈ പെൺകുട്ടി പ്രതികരിക്കുകയും ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർ ഇയാളെ തടഞ്ഞു വെച്ച് പിന്നീട് പോലീസിന് കൈമാറുകയുമായിരുന്നു. പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. കൃത്യമായി ആ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയതിനു ശേഷമാണ് ഇവിടെ നിന്ന് പോയത്. പെൺകുട്ടിയുടെ മൊഴിയും മറ്റു വിവരങ്ങളും ഒക്കെ തന്നെ ശേഖരിച്ച ശേഷമാണ് എന്തായാലും കൊല്ലം ഈസ്റ്റ് പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴക്കൂട്ടം സ്വദേശി ആന്റണിയാണ് ഇപ്പോഴെന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് യാത്രക്കാർ കുറവായിരുന്നു. പുലർച്ചെ 3 മണിക്കാണ് ബസ്സിൽ വെച്ച് അതിക്രമം ഉണ്ടാകുന്നത്. യാത്രക്കാർ കുറവായിരുന്നു, അതോ വളരെ പ്രകടമായി യുവതിക്ക് നേരെ അതിക്രമം നടത്തുകയായിരുന്നോ? അതായത് പൊതുവിൽ ഈ 3 മണി സമയം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ബസ്സിൽ പൊതുവെ ഉറങ്ങുന്നൊരു സമയമാണ്. ഈ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണമൊക്കെ തന്നെ കുറവായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന ഈ പെൺകുട്ടിക്ക് നേരെ പ്രതി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ശരീരത്തിൽ കടന്ന് പിടിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ പെൺകുട്ടി പ്രതികരിക്കുകയും മറ്റ് സഹയാത്രക്കാർ അതിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു. ഇയാൾ ഈ ബസ് നിർത്തി രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലം നഗരത്തിൽ പോളയത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരമൊരു അതിക്രമം ഉണ്ടായത്. ഈ നാട്ടിൽ നിരന്തരം ഇത്തരം വിവരങ്ങളും വാർത്തകളും ഒക്കെ വരികയും നമ്മൾ ഉൾപ്പെടെ നൽകുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അപ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു KSRTC ബസ്സിലൊക്കെ വെച്ച് ലൈംഗിക അതിക്രമം നടത്താൻ ഇപ്പോഴും ആളുകൾ തുനിയുന്നു എന്ന് പറയുന്നത് വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനെതിരെ കർശനമായ നിയമ നടപടി പോലീസിന്റെ ഭാഗത്ത് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. പ്രതിയുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി ആ പെൺകുട്ടിയുടെ കൃത്യമായി അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയാണ് ഈ പോലീസ് ഈ വിഷയത്തിൽ രാത്രി തന്നെ പുലർച്ചെ തന്നെ പോലീസ് FIR എടുക്കുകയും പ്രതി ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിലുണ്ട്. എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. പുലർച്ചെ 3 മണിക്കാണ് KSRTC ബസ്സിൽ വെച്ച ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ തരം സാമൂഹ്യ ദ്രോഹികളെ പേടിച്ചു വേണം ഒരു ദിവസം മുന്നോട്ട് പോകാൻ, അല്ലേ? നമ്മൾ ഈ വാർത്ത തുടങ്ങിയ സമയത്ത് അതിരാവിലെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ വളരെ പോസിറ്റീവായി സ്വാധീനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഒരു ദിവസത്തെ ഒരു പുലർച്ചയിൽ സംഭവിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം കൂടി നമ്മുടെ ലൈഫിൽ സംഭവിച്ചാൽ ഇതിന്റെ ട്രോമ എത്ര കാലം നിലനിൽക്കും? ഇതൊന്നും മനുഷ്യനെ എങ്ങനെ തങ്ങളുടെ ഈ പെരുമാറ്റങ്ങളൊക്കെ സ്വാധീനിക്കും എന്ന് വിചാരിക്കാൻ പോലും ശേഷിയില്ലാത്ത കുറച്ച് മനുഷ്യരാണ്, സാമൂഹ്യ വിരുദ്ധരാണ് നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നിൽക്കുന്നത് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.